Dear students, now we move to the topic functions. In mathematics, usually we deal with functions and we have a basic idea of functions. A function is denoted usually by the symbol f, and we have two sets. We need two sets to define a function, say capital A and a capital B. The first set is capital A and the second set is capital B. Then we denote the function from A to B using these symbols, f from A to B. We have a set A and another set B. Then a function f from A to B, f from A to B is an assignment of each element of A. Suppose that here we have some elements. We should assign each element of A to a unique element of B. Note that we have to, it is an assignment of each element of A to a unique element of B. എയിലെ എല്ലാവരെയും എങ്ങോട്ടെങ്കിലും അസൈൻ ചെയ്യണം. പക്ഷെ എയിലെ ഒരാളെ ബിയിലെ യുണീക്ക് ആയിട്ടുള്ള ഒരാളിലേക്ക് അസൈൻ ചെയ്യാൻ പാടുള്ളൂ. എയിലെ ഒരാളെ ബിയിലെ രണ്ടു പേരിലേക്ക് അസൈൻ ചെയ്യാൻ പാടില്ല. Then that rule is called a function. റിലേഷൻ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പിന്നീട് പഠിക്കും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിനെയും റിലേഷൻ എന്ന് പറയാം. ആൻഡ് സം റിലേഷൻസ് ആർ called functions. Some relations turn to be functions. Relations satisfying these conditions, assigning each element of the first set to a unique element of B. അപ്പോൾ രണ്ട് റൂൾസ് ആണ് നമുക്കുള്ളത്. We have to assign each element of the first set. Second rule is that to a unique element of the second set. Then it is called a function. Functionsന് വേറെ പേരുകളൊക്കെ ഉണ്ട്. ഒന്നുകിൽ നമുക്കതിനെ ഫംഗ്ഷൻ എന്ന് പറയാം, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ മാപ്സ് അല്ലെങ്കിൽ മാപ്പിംഗ്സ് എന്ന് പറയാറുണ്ട്. വേറെ ചില കേസിൽ ട്രാൻസ്ഫോർമേഷൻസ് എന്നും ഫങ്ഷൻസിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫങ്ഷൻസിന്റെ പേരാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ ഈ മാപ്പിംഗ്സ് എന്നുള്ളത് ചിലയിടത്ത് കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ മാത്രമേ മാപ്പിംഗ്സ് എന്ന് പറയാറുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് പ്രകാരം ഈ ഫങ്ഷൻസിനെ മാപ്പിംഗ്സ് എന്ന് വിളിക്കാമെന്നാണ് നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിനനുസരിച്ച് വേരി ചെയ്യാവുന്നതാണ്. ചിലടത് കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ മാത്രമേ മാപ്പിംഗ്സ് എന്നൊക്കെ വിളിക്കാറുള്ളൂ. നിങ്ങൾക്കിപ്പോൾ അങ്ങനെയല്ല, ഫങ്ഷൻസിനെ എല്ലാം മാപ്പിംഗ്സ് എന്ന് വിളിക്കാം. Now we have two sets A and B. The first set A is called the domain and the second set B is called the കോഡൊമൈൻ. ഈ സെറ്റിനെ ഡൊമൈൻ എന്നും ഈ സെറ്റിനെ കോഡൊമൈൻ എന്നും നമ്മൾ വിളിക്കുന്നു. Then we have to define the image. If f from A to B is the rule, then we can define the elements of capital A by small letter a and the elements of capital B by small letter b. And if we write f of A equal to B, take an element, A element of A, and assign the rule to A, f of A, then we get an element of B. That is small letter b represents an element of B. For A element of A, B element of B, if f of A equal to B, then B is called the image of A. B is the image of A, and A is called the pre-image of B. ഇങ്ങനെയും ആ കാര്യത്തെ നമുക്ക് പറയാം. B എയുടെ ഇമേജ് എന്ന് പറയും. B is called the image of small a and A is called the pre-image of B. Then the collection of all images of all elements of B is called the range set of
the function. Range of the function is the collection of all images of A. ക്യാപിറ്റൽ എയിലെ എല്ലാ എലമെന്റ്സിനെയും എടുക്കുക, അതിൻ്റെ എല്ലാ ഇമേജസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് ദ range of the function f. കോഡൊമൈൻ ഈസ് ദ കളക്ഷൻ ബി. അവിടെ എല്ലാവരും ഇമേജ് ആകണം എന്ന നിർബന്ധമില്ല. റേഞ്ച് എന്ന് പറയുന്നത് ഇമേജസിനെ മാത്രം ഇതിൽ നിന്ന്, ഇപ്പൊ ഇവിടെ ഒരാൾക്ക് അസൈൻമെന്റ് ഇല്ല എന്ന് വിചാരിക്കും, അപ്പൊ അത് കോഡൊമൈനിലുണ്ട് പക്ഷെ റേഞ്ചിൽ ഇല്ല എന്ന് വരും. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻസും കൂടി ഫങ്ഷൻസിൽ പറയാം. വൺ ഈസ് ദ injection or one or injection. A function is said to be one or a function is said to be an injection if f of A equal to f of B implies A equal to B. എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഇമേജസ് സെയിം ആണെങ്കിൽ ആ പോയിന്റ്സും സെയിം ആയിരിക്കണം. അത്തരം ഫങ്ഷൻസിനെ ഇവിടെ ഒരു പോയിന്റിനെ നമ്മൾ ബിയിലെ ആദ്യത്തെ എലമെന്റിലേക്ക് മാപ്പ് ചെയ്തു, വേറെ ഒരെണ്ണത്തിനെയും നമുക്ക് ആദ്യത്തെ എലമെന്റിലേക്ക് തന്നെ അസൈൻസ് ഈച്ച് എലമെന്റ് ഓഫ് എ ടു എ യുണീക്ക്. മാപ്പ് ചെയ്തത് ഒരു യുണീക്ക് എലമെന്റിലേക്കാണ്. രണ്ടു പേർക്ക് ഒരേ ഇമേജ് ഉണ്ടാകാം, ഫംഗ്ഷനിൽ ഉണ്ടാകാം. കുറെ വൺ ഫംഗ്ഷൻ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി, അല്ലെ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു ബി ഇംപ്ലൈസ് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി. എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആകാൻ പാടില്ല. എയും ബിയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആകാൻ പാടുള്ളൂ. അപ്പോൾ സെയിം പോയിന്റ്സിനെ, ഡിഫറെന്റ് പോയിന്റ്സിന് സെയിം ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ എ വൺ ഫംഗ്ഷൻ. നമ്മളിപ്പോഴും എഴുതാറുള്ളത് ഇതാണ്. എഫ് എ ഈക്വൽ ടു എഫ് ബി ഇംപ്ലൈസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു, സെയിം ഇമേജസ് വന്നാൽ ആരുടെയാണോ ഇമേജസ് എഴുതുക അവരും സെയിം ആയിരിക്കും. എ ഈക്വൽ ടു ബി, ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ എ വൺ ഫംഗ്ഷൻ. ദെൻ അനദർ ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ഓർ എ സർജക്ഷൻ. എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഓൺ ടു ഓർ എ സർജക്ഷൻ. ഫംഗ്ഷൻ ഓൺ ടു ആണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒരു സർജക്ഷൻ ആണ് എന്ന് നമ്മൾ എപ്പോൾ പറയും? ഇഫ് വി ടേക്ക് any point B element of B for all B element of B, if there exists a pre-image A element of A such that pre-image ആവുന്ന എപ്പോഴാണ്? f of A equal to B. f of A equal to B. നിങ്ങൾ ഇവിടുന്ന് ഏത് B എടുത്താലും കൊണ്ടുപോവാണെങ്കിൽ, ഈ B എടുത്താൽ അതിന് എയിൽ നിന്ന് ഒരു അസൈൻമെന്റ് ഉണ്ട്, ഇതിന് എയിൽ നിന്ന് ഒരു അസൈൻമെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരാളെ എടുത്താൽ അതിന് എയിൽ നിന്ന് ഒരു അസൈൻമെന്റ് ഉണ്ട്. ഏത് ബി എടുത്താലും ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട്, അപ്പൊ ഇത് കൊണ്ടും അല്ല, അപ്പൊ ഇതിനും ഉണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോ ഇവിടെ സാധ്യതയില്ല. എയിലെ ഒരാളെ രണ്ട് സ്ഥലത്തേക്ക്, എയിലെ ആൾക്കാരെല്ലാം തീർന്നു, ഒരാളെ രണ്ട് സ്ഥലത്തേക്ക് മാപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ആ വരച്ചിരിക്കുന്ന പ്രകാരം അതിനെ നമുക്ക് കൊണ്ടുപോക്കണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റും കൂടെ വേണം. ഇത് കൊണ്ടുമാണ്. ബിയിലെ എല്ലാവരും ഇപ്പോൾ ഇമേജസ് ആയിട്ടുണ്ട്. അപ്പൊ ബിയിലെ എല്ലാവരും എയിലെ ആരുടെയെങ്കിലും ഇമേജസ് ആകണമെന്ന് നമുക്ക് അതിനെ റഫായിട്ട് പറയാം. മാത്തമാറ്റിക്കലി ഫോർ ഓൾ ബി എലമെന്റ് ഓഫ് ബി there exists a element of A such that f of A equal to B, then the function is said to be onto. Then can you think about an onto function in connection with the codomain and the range set? ഓൺ ഫംഗ്ഷൻ ഓൺ ആണെങ്കിൽ കോഡൊമൈൻ റേഞ്ച് സെറ്റിന് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഓൺ ആണെങ്കിൽ ബിയിലെ എല്ലാവരും ഇമേജസ് ആകും എന്നാണ് പറയുന്നത്. ഇമേജസിന്റെ കളക്ഷൻ ആണ് റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡൊമൈനിലെ എല്ലാവരും ഇമേജസ് ആണെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേറൊരു മാർഗമാണ് കോഡൊമൈനും റേഞ്ചും എഴുതി നോക്കുക എന്നുള്ളത്. റേഞ്ച് നമുക്ക് എഴുതാം, ഫംഗ്ഷന്റെ റൂൾ അനുസരിച്ച് ഇമേജസിനെ എഴുതുമ്പോൾ അത് കോഡൊമൈൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ദാറ്റ് ഈസ് എ വേ ടു ഫൈൻഡ് ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. ദാറ്റ് ഈസ് we have discussed the definition of functions. Function is an assignment of function from A to B is an assignment of each element of A to a unique element of B. Functions are called mappings or
transformations. The first set A is called the domain and the second set B is called the codomain of the function. Then we can define the image of a point of the first set domain. Let A element of capital A the domain. Then if we write f of A equal to B by the rule of the function, then B is called the image of A, B is called the image of A, or A is called the pre-image of B. അപ്പോൾ അങ്ങനെ ഇമേജ് പ്രീ ഇമേജ് എന്നുള്ള ഒരു റിലേഷൻ ഉണ്ട്. Then the collection of all images of points of A. എയിൽ ഓരോരുത്തരെ എടുക്കുക, അതിൻ്റെ ഇമേജസ് എല്ലാം ഫോം ചെയ്യുക, അവരെ എല്ലാം കൂടെ ഒരുമിച്ചിടുക. That is called the range of the function. ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇമേജസിന്റെ കളക്ഷൻ ആണ്. Then we can classify functions to be 1, 1 and onto. 1, 1 functions are called injections. Onto functions are called surjections. A function is said to be an injection if different points have different images. No two different points have same images. രണ്ട് different pointsന് ഒരിക്കലും same images ഉണ്ടാകാൻ പാടില്ല. റഫായിട്ട് അങ്ങനെയൊക്കെ പറയാം. And we can check using the condition f of A equal to f of B implies A equal to B. Images same ആണ് എന്ന് വെച്ചാൽ പോയിന്റ്സ് ആരുടെയാണോ ഇമേജസ് എടുത്തത് ആ പോയിന്റ്സും സെയിം ആയിരിക്കണം. ദാറ്റ് ഇസ് ആൻ ഇൻജെക്ഷൻ. Then a function is said to be onto if every point of B, the codomain, is an image of some point of A. ബിയിൽ എല്ലാവരും ആരുടെയെങ്കിലും ഇമേജ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ onto ഫംഗ്ഷൻ എന്ന് പറയാം. Mathematically, for all B element of B, there exists a point A element of A such that B is an image of A in the domain f of A such that f of A equal to B. And in that case, all points are images. All points of B are images, and the collection of images of points of A are called the range. Then in that case, of onto functions codomain equal to range. If a function is both 1, 1 and onto, 1, 1 and onto, or it is an injection and a surjection, then that function is called a bijection. Bijection. 1, 1 and onto functions are called bijections. We have injection, surjection, and both injection and both 1, 1 and onto. Injection and surjection. ഒരേ സമയത്ത് ഇൻജെക്ഷനും സർജെക്ഷനും ആണെങ്കിൽ it is a bijection. These are the definitions that we need about functions. Then in the next video we can see examples of functions, 1, 1 functions, onto functions, domain, codomain, range, bijections, etc. പിന്നെ നമ്മൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് അടുത്ത വീഡിയോയിൽ കാണും.